ഏയ് ഗൈസ് രാവിലെ തന്നെ ചായക്ക് വെള്ളം വെച്ചുകൊണ്ട് തുടങ്ങി. ഷംസ് ലൈനടിച്ചിട്ട് അടുപ്പത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ തേങ്ങ ഇട്ടും കൊണ്ട് ഒരു കട്ടിപ്പത്തിരിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പുറത്തെ പറമ്പത്തെ ഒരു മരം വെട്ടിയതിൻ്റെ കൊണാപ്പി കാണുന്നു. കാക്കും ഇന്നലെ വരുമ്പോൾ 2 മീനായിട്ട് വന്നിരുന്നു. അതിന് അതിർപ്പത്തിൽ തോണ തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിക്കലും തുടക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചോറിനായിരിക്കട്ടോ. നല്ല നെയ്ച്ചോറും ഇറച്ചിക്കറിയും കച്ചമ്പറും ആയിരുന്നുണ്ടായിരുന്നത്. ചോറ് തിന്നാൻ കുറച്ച് നേരം വൈകിക്കണം കേട്ടോ. കുറച്ചധികം പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വൈകിക്കണം. വൈകുന്നേരമായപ്പോൾ ഇവിടെ പെരും മഴ എന്നൊന്നും പറയാനില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു മഴ പെയ്തിരുന്നു. നിങ്ങൾക്ക് അവിടെ പെയ്തിരുന്നോ? പിന്നെ കുറച്ച് ഹെന്ന കോൺസ് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അവരെ മെഹന്തി നൈറ്റിന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിരുന്നത്. അവർ 1-2 തവണ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച കസ്റ്റമറാട്ടോ. അങ്ങനെ 1-2 തവണ വാങ്ങിച്ച കസ്റ്റമറിനെ വീണ്ടും വാങ്ങുമ്പോൾ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമ്മളെ പ്രൊഡക്റ്റ് നന്നായതുകൊണ്ടല്ല അവർ പിന്നെയും വാങ്ങണത്, ഇഷ്ടപ്പെട്ട് വാങ്ങണത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. തോനെ തീറ്റ തന്ന മീൻ ഏതായാലും ചത്തിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് മീനിനെ വളർത്തുന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ കാണിക്കുന്ന വീഡിയോ ഒക്കെ രാത്രിക്കത്തെ കേട്ടോ. ആ നെയ്ച്ചോറ് എങ്ങനെയെങ്കിലും ആ ഒരു കാസറോളിൽ കൊള്ളിക്കണതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിൽ കൊള്ളിച്ച് അത് രണ്ടും ഇറച്ചിക്കറിയും നെയ്ച്ചോറും ഫ്രിഡ്ജിക്ക് വെച്ചിരിക്കണം. ബാക്കിയുള്ള കുറച്ച് പാത്രവും മുറിച്ചും കൊണ്ട് ഏതായാലും അടുക്കളയും തുടച്ച് ഞാൻ സൈഡായി. അപ്പം എത്ര ഉള്ളൂ.